ചക്രമിന്റെ ചക്രി വെരി നൈസ്. എല്ലാവരും ആകാൻ പോകുന്നു ഹിപ്നോട്ടൈസ്. നോക്ക് കിക്കോ, നീ ഒരിക്കലും ആ സർക്കിൾസിനെ നോക്കരുത്. അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. സൂപ്പർ സ്പീഡോ, കിക്കോ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ ഞാൻ പറയുന്നതാണ് അവൻ ചെയ്യാൻ പോകുന്നത്. ചക്രമിന്റെ ചക്രി വെരി നൈസ്. എല്ലാവരും ആകാൻ പോകുന്നു ഹിപ്നോട്ടൈസ്. നമസ്കാരം. സൺ സിറ്റിയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ ഇതാ റെഡിയായി കഴിഞ്ഞു. നാളെ സൺ സിറ്റിയുടെ മേയർ അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്ലാസ്റ്റിക് തയ്യാറാക്കുന്ന ഫാക്ടറി കാരണം അന്തരീക്ഷം തന്നെ നശിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ ആ ഫാക്ടറി ഈ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അയ്യോ, ആ പ്ലാസ്റ്റിക് ഫാക്ടറിയുടെ ഓണർ, അയാളുടെ പേരെന്തോ ഒന്ന് പറഞ്ഞല്ലോ. ചമന് ചക്രം. അവനിപ്പോ എങ്ങോട്ടാ പോയത്? പ്രശ്നം വരുന്നെന്നറിഞ്ഞതും നൈസായി എസ്കേപ്പ് ആയെന്നാ തോന്നുന്നത്. അയ്യോ, ഒറ്റയടിക്ക് അവൻ ബൗൺസ് ആയി പോയതാണോ? ഒന്ന് തെളിച്ച് പറയാമോ പ്ലീസ്? സാർ, ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ചമൻ ചക്രം തന്റെ ഫാക്ടറി ക്ലോസ് ചെയ്തിട്ട് അവൻ ആള് അപ്രത്യക്ഷമായിരിക്കാണ്. സാറിനൊരു രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ ഇപ്പോഴൊക്കെ സൺ സിറ്റിയിൽ ഉണ്ടായിരുന്ന അവന്റെ ഫാക്ടറി അടച്ചു പൂട്ടിയത് കൊണ്ട് ജനങ്ങളെ അവൻ വകവരുത്തണമെന്ന് തീരുമാനിച്ചിരിക്കുക. മമ്മി പ്രതികാരം ചെയ്യുന്നു. ഞാൻ കേട്ടത്, അതായത് ചമ്മൻ ചക്രം വളരെ അപകടം പിടിച്ചവനാണെന്നാണല്ലോ. എന്തായാലും നമ്മൾ വളരെ അലേർട്ട് ആയിരിക്കണം. ഡോഡോ, നീ ഇങ്ങോട്ട് വാ, ഞങ്ങളോടൊപ്പം കളിക്ക്. ഒരുപാട് സമയം ഇങ്ങനെ ടാബ് കാണാൻ പാടില്ല, നിന്റെ കണ്ണിന് പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ആരോഗ്യത്തിന് വളരെ ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? 2 വാക്കിൽ പറയണമെങ്കിൽ അതായത് ഫിസിക്കൽ എക്സസൈസ്. 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഭയങ്കര ടെൻഷനാ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഷെടാ, എന്റെ ഗെയിം എങ്ങോട്ടാ പോയത്? അല്ല, ഇതെന്താ സാധനം? ഇത്തരം സർക്കിൾസ് ഒക്കെ എവിടെ നിന്നാ വന്നത്? R7 എന്താ പെട്ടെന്ന് ബ്ലിങ്ക് ആവുന്നേ? അതായത് ആർക്കോ എവിടെയോ അപകടമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഡോഡുവായിരുന്നു. ഞാൻ എങ്ങനെ ഡോഗി ആയിട്ട് മാറിയത്? ഈ ഡോഡോ എന്താ പെട്ടെന്ന് ഡോഗിയെ പോലെ ബിഹേവ് ചെയ്യുന്നേ? ടോണി ബോക്സർ ആയിരുന്നു, ഞാനിപ്പോ ടോണി മങ്കിയായി മാറിപ്പോയി. അല്ലെങ്കിലും ടോണി ബോസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൊരങ്ങനെ പോലെയാ. പക്ഷെ ഇപ്പൊ ശരിക്കും കൊരങ്ങനെ പോലെ ആയെന്നാ തോന്നുന്നത്. വാ, നമുക്ക് ചെന്നാ കൊരങ്ങനെ പഴം കൊടുത്തിട്ട് വരാം. പ്ലാസ്റ്റിക് തയ്യാറാക്കുന്ന ഫാക്ടറി കാരണം ഡോഡോ പെട്ടെന്ന് എങ്ങനെയാ ഡോഗിയായി മാറിയത്? 2 വാക്കിൽ പറയണമെങ്കിൽ നോട്ട് പോസിബിൾ. പെട്ടെന്ന് ഡോഡോ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നെന്ന് മനസ്സിലാവുന്നില്ല. ടോണിയും മങ്കിയെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ.
ഇവർക്കൊക്കെ എന്താ സംഭവിച്ചേ? അർദ്ധരാത്രി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നേരം വെളുക്കും. കുരങ്ങായിട്ടിരിക്കുന്നതാണ് ടോണി ബോസിന്റെ ഫേവറേറ്റ് കാര്യം. ഈ ടോണി കുരങ്ങിനോട് കയറി കളിച്ചാലുണ്ടല്ലോ പടപടപടപടം. ഞാനിപ്പോ ആരാണെന്ന് അറിയാമോ? കുതിര. ഇങ്ങോട്ടും അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ഞാൻ ഛട്പട്ട് പാമ്പ് കടിച്ചു കളയും ഫടാഫട്ട്. ഇവരെല്ലാവരും എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? ഇപ്പൊ ഇവിടെ സംഭവിച്ച കാര്യത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഹിപ്നോട്ടൈസ്ഡ്. ഡോഡോ ഈ ടാബ് വെച്ചല്ലേ കളിച്ചോണ്ടിരുന്നത്. പിന്നീടാണ് അവൻ ഹിപ്നോട്ടൈസ് ആയത്. അങ്ങനത്തിൽ എന്താ ഉള്ളത്? എന്ത് കണ്ടിട്ടാ ഡോഡോ ഹിപ്നോട്ടൈസ് ആയത്? വേണ്ട, ആ ടാബിലാരും നോക്കരുത്. ഞാനിപ്പോ ഒരു പുസിക്കാറ്റായി മാറിയിരിക്കാണ്. ഞാനിപ്പോ ഒരു പൂച്ചയായി മാറിയിരിക്കാണ്. ഞങ്ങൾ രണ്ടാളും മുയലായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കുഴിയുണ്ടാക്കി ക്യാരറ്റ് നോക്കാൻ പോവാ. ചക്രമിന്റെ ചക്രി വർക്കൗട്ടായി. എല്ലാവരും ഇപ്പോ ഹിപ്നോട്ടൈസ് ആയി പോകും. എല്ലാവരും അല്പസമയത്തിൽ എന്റെ കസ്റ്റഡിയിലാവും. ഇപ്പോ അതിനുള്ള സമയമായി കഴിഞ്ഞു. എന്നെ അപമാനിച്ചതിന് കിക്കോനെ ഞാൻ വക വരുത്തും. എന്റെ ഫാക്ടറി അവൻ അടച്ചു പൂട്ടിയില്ലേ? ഇപ്പൊ നോക്കിക്കോ. എത്രയും പെട്ടെന്ന് ഞാൻ പുതിയ ഹോസ്പിറ്റലിന് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് അടച്ചു പൂട്ടും ഞാൻ. വേറെ വഴിയൊന്നുമില്ല. ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടൻ അടി വന്നെത്തുന്ന ഹീറോ ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, നമ്മുടെ കൂട്ടുകാരെ ആരോ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരെ എല്ലാവരെയും ആനിമൽസിനെ പോലെ ബിഹേവ് ചെയ്യിപ്പിക്കുകയാണ്. കീക്കോ, ആരോ എന്റെ സിസ്റ്റത്തിലേക്ക് വൈറസ് അയച്ച് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് വളരെ സ്ട്രോങ് ആയ വൈറസ് ആണ്. ഞാൻ പറയുന്നത് കേക്ക് സൂപ്പർ സ്പീഡോ. ഒരു കാരണവശാലും ആ വൈറസ് നിന്നെ അറ്റാക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹിപ്നോട്ടൈസ് ആയി പോവും. നീ പറഞ്ഞ ശരിയാണ് കീക്കോ. ഒരു മിനിറ്റ്, ഞാൻ എന്റെ ആന്റി വൈറസ് ഫയർവാളിന്റെ ലെയർ സ്ട്രോങ് ആക്കി മാറ്റാം. റെഡിയായി കീക്കോ. ഇനി ആർക്കും എന്നെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത ജനങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യും. അത് നിനക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താനാവില്ല. ഇപ്പൊ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ചക്രമിന്റെ ചക്രി അത് വെച്ച് ഞാൻ എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്യും. ചേടാ, ഇവരെല്ലാരും ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഒന്ന് വേഗം ചെല്ല് സൂപ്പർ സ്പീഡോ. ഇവരെന്തിനാ ഹോസ്പിറ്റൽ തകർക്കാൻ ശ്രമിക്കുന്നേ?
ടെമ്പോണ്ണ നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അയ്യോ എന്റെ ചോദ്യമായത് കണ്ടാൽ അറിഞ്ഞൂടെ? ഞാൻ ഈ ഹോസ്പിറ്റൽ ചിന്ന ഭിന്നമാക്കി തകർക്കാൻ നോക്കുകയാണ്. മേയർ അങ്കിൾ, ചട്പട്ട് അങ്കിൾ, ട്വിങ്കിൾ, ഡോഡോ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ദയവേത് ആരും ഹോസ്പിറ്റൽ നശിപ്പിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇപ്പൊ അവരെല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. പക്ഷെ ഞാൻ വിടില്ല. ഇനി എന്തായാലും ശരി, എനിക്കൊരിക്കലും എന്റെ ഫ്രണ്ട്സിനെ തല്ലാൻ പറ്റില്ല. കീക്കോ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വേറൊരുത്തന്റെ കൺട്രോളിലാണുള്ളത്. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇപ്പൊ പോകാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ കണ്ടീഷനിൽ എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ വിട്ടിട്ട് പോവാനും പറ്റില്ല. കറക്റ്റ് ആണ് പറഞ്ഞത്. ഞാനൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആരാണ് നമ്മുടെ ഫ്രണ്ട്സിനെ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്തതെന്നറിയാമോ? അവൻ തന്നെയാണ് എന്നെയും ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്തത്. അവനിപ്പോൾ 1 കിലോമീറ്റർ ദൂരം റേഡിയസിലാണുള്ളത്. വരൂ, നമുക്ക് അവനെ തേടി പക്ഷെ കണ്ടുപിടിക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ ഹോസ്പിറ്റലിനും നമ്മുടെ ഫ്രണ്ട്സിന്റെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഏർപ്പാട് ചെയ്തേ പറ്റൂ. ആ സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 40 അപ്ലൈ ഗ്രേറ്റ് ചെയ്യും. ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 40. നമ്മുടെ കൂട്ടുകാരെല്ലാം മൃഗങ്ങളായി മാറിയിരിക്കുകയാണ്. ഞാൻ അവരുടെ ഫേവറേറ്റ് ഫുഡിന്റെ ഹോളോഗ്രാഫിക് ഇമേജസ് തറയിൽ പ്രൊജക്ട് ചെയ്യാം. അവർ ആഹാരം കഴിക്കാൻ ഓടി വരുമ്പോൾ ആ സമയത്ത് അവരെ നമ്മൾക്കൊരു കൂട്ടിനകത്ത് വെച്ച് ലോക്ക് ചെയ്തേക്കാം. കേൾക്കൂ കൂട്ടുകാരെ, ഇതാ നിങ്ങൾക്കുള്ള ഭക്ഷണം. സൂപ്പർ സ്പീഡോ അവരെ ക്യാപ്ചർ ചെയ്യും. സോറി കൂട്ടുകാരെ, നിങ്ങളെ ഞാൻ ക്യാപ്ചർ ചെയ്തത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടാ. ഞാൻ ഇപ്പൊ തന്നെ വരാം. അവസാന അവന്മാരെന്നെ തേടി കണ്ടുപിടിച്ചിരിക്കുക. ഇപ്പൊ ഇവിടുന്ന് നിന്നെ അങ്ങ് അടിച്ച് തെറിപ്പിക്കും ഞാൻ. നോക്കൂ മിസ്റ്റർ, നിങ്ങൾ എന്റെ കൂട്ടുകാരെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ അവരെ പഴയതുപോലെ മാറ്റ്, എന്നിട്ട് തെറ്റ് ശരിയാക്കും. കഴിഞ്ഞ പ്രാവശ്യം നീ എന്റെ പ്ലാസ്റ്റിക് ഫാക്ടറി അടച്ച പൂട്ടിയില്ലേ? അന്ന് ഞാൻ നിന്നെ വെറുതെ വിട്ടു. പക്ഷെ ഇന്ന് നിന്നോട് പകരം വീട്ടിയില്ലെങ്കിൽ എന്റെ പേര് ചമൻ ചക്ര എന്നല്ല. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് പിടിച്ച് കാണിക്കാൻ. സൂപ്പർ സ്പീഡോ ഫൈറ്റ് ഫോർ റൈറ്റിന് വേണ്ടി ഫോർമുല നമ്പർ 26 ആക്ടിവേറ്റ് ചെയ്യേ. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 26. ഇതിൽ കൂടുതൽ അവനെ വിട്ടുവെക്കരുത്. അവന്റെ കഥ അവസാനിപ്പിക്കണം. കിക്കോ, ഇപ്പൊ നീ ഇവിടുന്ന് മര്യാദയ്ക്ക് ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ ചിന്ന ഭിന്നമായി ചിതറും. ചക്രമിന്റെ ചക്രി വെരി നൈസ്. എല്ലാവരും ആകാൻ പോകുന്നു ഹിപ്നോട്ടൈസ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 36. എടാ ചക്ക, ഇതൊക്കെ വെറും ട്രെയിലറാണ്. മെയിൻ പിക്ചർ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ചക്രമിന്റെ ചക്രി വെരി നൈസ്. എല്ലാവരും ആകാൻ പോകുന്നു ഹിപ്നോട്ടൈസ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 49.
ചക്രമിന്റെ വാൻ കാണുന്നില്ലല്ലോ. സൂപ്പർ സ്പീഡോ ജെറ്റ് സ്പീഡിൽ ചെല്ല്. ഈ ടണലിൽ നിന്ന് പുറത്തേക്ക് പോ. ഇത്തവണ ചക്രം നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടരുത്. ഓക്കേ കീക്കോ, ആക്ടിവേറ്റിംഗ് ജെറ്റ് സ്പീഡ്. ആ, അതിനുള്ളിൽ ചക്രം എങ്ങോട്ടാ പോയത്? ചക്രമിന്റെ ചക്രി വെരി നൈസ്. എല്ലാവരും ആകാൻ പോകുന്നു ഹിപ്നോട്ടൈസ്. നോക്ക് കീക്കോ, നീ ഒരിക്കലും ആ സർക്കിൾസിന് നോക്കരുത്. അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. സൂപ്പർ സ്പീഡോ, കിക്കോ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ ഞാൻ പറയുന്നതാണ് അവൻ ചെയ്യാൻ പോകുന്നത്. ചക്രമിന്റെ ചക്രി വെരി നൈസ്. എല്ലാവരും ആകാൻ പോകുന്നു ഹിപ്നോട്ടൈസ്. കിക്കോ, നീ ഫൈറ്റ് ഫോർ റൈറ്റ് ഒരുപാട് ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ നീ റോങ്ങിന് വേണ്ടി ഫൈറ്റ് ചെയ്യ. സൂപ്പർ സ്പീഡോ, എത്രയും പെട്ടെന്ന് നീ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് ചെല്ല്. കീക്കോ, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ, നേരെ ഹോസ്പിറ്റലിലേക്ക് പോ. ഇതെന്റെ കമാൻഡ് ആണ്. ഓക്കേ കീക്കോ, നിന്റെ കമന്റ് എന്തായാലും അത് ഞാൻ അനുസരിക്കും. കീക്കോ, നീ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? നിക്കോ കീക്കോ. ഇപ്പൊ നമ്മള് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ നിമിഷം മുതൽ ഞാൻ കിക്കോയിനെ കൺട്രോൾ ചെയ്ത് അവനെ വെച്ച് എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. ചക്രമിന്റെ ചക്രി വെരി നൈസ്. എല്ലാവരും ആകാൻ പോകുന്നു ഹിപ്നോട്ടൈസ്. ആ ചക്രം കീക്കോയെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവനെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്ത് കീക്കോയെ ഹിപ്നോട്ടൈസിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 26 അപ്ലൈ ചെയ്യേ. അത് വേണ്ട കീക്കോ, എനിക്കിപ്പോ ഫോർമുല നമ്പർ 26 ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ ആക്ടിവേറ്റ് ചെയ്താൽ ഹോസ്പിറ്റലും ബിൽഡിംഗും അതുപോലെ നമ്മുടെ കൂട്ടുകാരും അപകടത്തിലാവും. ഞാനിപ്പോ പറഞ്ഞത് മാത്രം നീ ചെയ്യേ. ഫോർമുല നമ്പർ 26 അത് ആക്ടിവേറ്റ് ചെയ്യ്. കൊള്ളാം, കലക്കി. ഹിപ്നോട്ടിസം ബ്രേക്ക് ചെയ്യാനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കൂ. സൂപ്പർ സ്പീഡോ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ മിസൈലിനെ തടഞ്ഞു നിർത്ത്. ഓക്കേ കീക്കോ, ഡീആക്ടിവേറ്റ് ഫോർമുല നമ്പർ 26. ഹിപ്നോട്ടിസത്തിൽ നിന്ന് നീ എങ്ങനെയാ എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് സൂപ്പർ സ്പീഡോ? നെറ്റിൽ ഞാൻ റിസർച്ച് ചെയ്തു. ചക്രം ട്രാൻസ്മിറ്റ് ചെയ്ത സർക്കിൾസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ചുറ്റിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റിയാൽ ഹിപ്നോട്ടിസത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റും. അടിപൊളി റിസർച്ച് ആണ് ബഡി. ഇപ്പൊ നമ്മുടെ കൂട്ടുകാർക്കും അതേ റൊട്ടേറ്റിംഗ് ടെക്നിക് വെച്ച്, അതായത് ആന്റി ക്ലോക്ക് വൈസിൽ ചുറ്റുന്നത് കാണിച്ചേക്കാം. സമയത്ത് എല്ലാവരും അനിമൽസിനെ പോലെ ബിഹേവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ അവരെടുത്ത് ചെന്ന് ഈ സർക്കിൾ കാണിക്കുമ്പോൾ അവർ നമ്മളെ അറ്റാക്ക് ചെയ്താലോ? ഡോണ്ട് വറി സൂപ്പർ സ്പീഡോ, ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ പോകുന്നത് കാട്ടിലെ രാജാവാണ്, സിംഹം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 327 ആക്ടിവേറ്റ് ചെയ്യേ. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. ഫോർമുല നമ്പർ 327 ആക്ടിവേറ്റ് ചെയ്തിട്ട് ചക്രമിന്റെ സിസ്റ്റം ഞാൻ ഹാക്ക് ചെയ്തേക്കാം. പിന്നെ അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് സിംഹമാക്കി മാറ്റിയേക്കാം. പിന്നെ നമ്മൾ പറയുന്നതായിരിക്കും അവൻ ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ എന്റെ സിസ്റ്റമിലേക്ക് വന്നത്? സൂപ്പർ സ്പീഡോ, ഞാനിപ്പോ സിംഹമായി മാറിയിരിക്കുകയാണ്. എല്ലാവരെയും പേടിപ്പിക്കാൻ പോവുക.
എന്റെ തലയ്ക്ക് ആകെ ഒരു ഭാരം പോലെ എന്റെ തല ഇത്രയ്ക്ക് വേദനിക്കുന്നേ. അയ്യോ, നമ്മളെ എല്ലാവരും ആ ചക്രം ഹിപ്നോട്ടൈസ് ചെയ്ത് ആനിമൽസ് ആയി മാറ്റിക്കളഞ്ഞു. ഈഷ്, അവൻ അത്രയ്ക്ക് ധിക്കാരമോ? ഒരു കാര്യമറിയോ, ഒരു സമയത്ത് ഞാൻ ഇതുപോലെ ഒരു ഹിപ്നോട്ടൈസറെ തട്ടിത്തെറിപ്പിച്ചു. ഹിപ്നോട്ടൈസറിനെ ഒരു ഹിപ്പോപ്പൊട്ടാമൻസ് ആക്കി മാറ്റി. കാര്യമായിട്ട് പറയണോ മേരങ്കൾ? പിന്നല്ലാതെ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ തണ്ണിമത്തൻ വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞതെല്ലാം കള്ളമാണല്ലേ? നിങ്ങൾ പറഞ്ഞ കള്ളം കൊണ്ട് എനിക്കൊരു ലാഭം ഉണ്ടായി. ഞാൻ ഈ തണ്ണിമത്തനം കഴിച്ചേക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ടെമ്പററി ഹിപ്നോട്ടൈസ് ചെയ്ത് ഞാൻ വലിയ തെറ്റാ ചെയ്തത്. ഇപ്പൊ ഞാൻ എന്റെ ഈ ഗണ്ണ് കൊണ്ട് നിങ്ങളെ എല്ലാവരെയും നിരന്തരമായി ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവുകയാണ്. ഈ പെർമനന്റ് ഹിപ്നോട്ടൈസേഷനെ ആർക്കും തടയാൻ കഴിയില്ല. ചക്രമിന്റെ ചക്രി വെരി നൈസ്. എല്ലാവരും ആകാൻ പോകുന്നു ഹിപ്നോട്ടൈസ്. നീ ഇരിക്കേണ്ട സ്ഥലം വേറെയാണ്. അങ്ങോട്ട് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ പറഞ്ഞത് സാർ? ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.